നമസ്കാരം. ഇന്ത്യ എന്ന മഹാരാജ്യം എല്ലാ മേഖലകളിലും അതിവേഗം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ ഇന്ത്യയെ എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും. ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി അവിടെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പുപ്പറ്റും അതുപോലെ ആൻറ്റി ഇന്ത്യൻ മെൻറ്റാലിറ്റിയുമുള്ള മുഹമ്മദ് യൂനസിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് അമേരിക്കൻ ഗവൺമെൻറ്റും അവരുടെ ഡീപ് സ്റ്റേറ്റുമാണ്. അമേരിക്കൻ മിലിറ്ററിക്ക് വേണ്ടി ബംഗ്ലാദേശിൻ്റെ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഷെയ്ഖ് ഹസീന പാട്ടത്തിന് നൽകാത്തതിൻ്റെ പേരിലാണ് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ജോ ബൈഡൻ ഭരണകൂടം മുൻകൈയെടുത്തതും അത് പ്രാവർത്തികമാക്കിയതും. അമേരിക്കയുടെ ഗൂഢോദ്ദേശം ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന് മാത്രമല്ലായിരുന്നു. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി ബംഗ്ലാദേശിൽ പരക്കെ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും അതുപോലെ അവരുടെ മിലിറ്ററിയെയും ഇന്ത്യക്കെതിരെ തിരിച്ചുവിട്ട് ഈ മേഖലയിൽ ഇന്ത്യക്ക് തീരാ തലവേദന സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുമൂലം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു യുദ്ധത്തിലേക്കുള്ള വഴി തുറന്നിടുക എന്നുമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അതുകാരണം ഇന്ത്യയുടെ എല്ലാ മേഖലകളിലുമുള്ള അതിവേഗ വികസനത്തിന് തടയിടാൻ അമേരിക്കക്ക് പറ്റുമെന്ന് ജോ ബൈഡൻ ഭരണകൂടം കരുതിയിരുന്നു. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഈ ഗൂഢോദ്ദേശ ശ്രമങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയ ഇന്ത്യൻ ഭരണകൂടം ബംഗ്ലാദേശ് ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ ആക്രമണങ്ങൾക്കും എതിരെ കർശനമായ നടപടികൾ എടുക്കാൻ നയതന്ത്ര തലത്തിൽ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ കെണിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഒരിക്കലും വീഴില്ല എന്ന് മാത്രമല്ല, ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനെയും അവിടുത്തെ മിലിറ്ററിയെയും എങ്ങനെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് നന്നായി അറിയാം. ഇതിനു മുൻപ് നേപ്പാളിലും ശ്രീലങ്കയിലും അതുപോലെ മാലദ്വീപിലും ഇന്ത്യൻ ഗവൺമെൻറ് അവരുടെ ഇക്കാര്യത്തിലുള്ള കഴിവ് കൃത്യമായി തെളിയിച്ചതാണ്. ഈ മൂന്ന് രാജ്യങ്ങളിലും മുൻപ് പലതവണ ആൻറ്റി ഇന്ത്യൻ മെൻറ്റാലിറ്റിയുള്ള ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിട്ടും അവരെയൊക്കെ ഇന്ത്യയുടെ ചൊൽപ്പടിയിൽ നിർത്തിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്ന രാജ്യം സൂപ്പർ പവർ ആകുന്നത് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റുകൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ ഗവൺമെൻറ് ഒരിക്കലും അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കില്ല എന്നതുതന്നെയാണ്. ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ് അമേരിക്ക എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ റഷ്യയെ ഒരിക്കലും കൈവിടില്ല എന്ന് മാത്രമല്ല, അമേരിക്കൻ ഗവൺമെൻറ്റിനെ അകമഴിഞ്ഞ് വിശ്വസിക്കുകയുമില്ല. ഇന്ത്യയുടെ തേജസ് MK-1A ഫൈറ്റർ എയർക്രാഫ്റ്റിന് വേണ്ടി അമേരിക്ക സപ്ലൈ ചെയ്യേണ്ടിയിരുന്ന F-404 IN-20 എൻജിൻ ഇന്ത്യക്ക് അമേരിക്ക സമയബന്ധിതമായി നൽകാത്തതിനുള്ള പ്രധാന കാരണം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഗൂഢോദ്ദേശം തന്നെയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന് സപ്ലൈ ചെയ്യേണ്ടിയിരുന്ന തേജസ് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ മാസീവ് പ്രൊഡക്ഷൻ എത്രയും കൂടുതൽ കാലം വൈകിപ്പിക്കുക എന്ന് മാത്രമല്ല, ഇന്ത്യയെക്കൊണ്ട് 114 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ അമേരിക്കയിൽ നിന്നും വാങ്ങിപ്പിക്കുക എന്നതുമാണ് അമേരിക്കയുടെ ഗൂഢതന്ത്രം. അമേരിക്ക അവരുടെ F-404 IN-20 എൻജിൻ ഇന്ത്യക്ക് സപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് മറ്റു പല പോംവഴികൾ നോക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹാലിളകിയ അമേരിക്കൻ ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ
404 IN-20 എൻജിൻ ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങുമെന്ന്